നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT മലയാളം 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളുടെ പ്രസക്തമായ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എഴുത്തുകാരെ അറിയുക. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് പ്രശസ്തരായ എഴുത്തുകാരെ പറ്റി കുറച്ച് വിവരങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് SV വേണുഗോപൻ നായർ. 1946 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ കുളത്തൂർ കാരോട് ജനനം. അപ്പോൾ കാരോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. കോളേജ് അധ്യാപകനായിരുന്നു, പ്രിൻസിപ്പൽ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് നോക്കി വെക്കുക. ഗർഭശ്രീമാൻ, ആദിശേഷൻ, തിക്തം, തിമിരം, ഒറ്റപ്പാലം, കഥകളതി സാദരം, പരദൈവങ്ങൾ, വീടിന്റെ നാനാർത്ഥം, വരുമ്പോൾ ഞാൻ എന്തു പറയും, രേഖയില്ലാത്ത ഒരാൾ, ഭൂമിപുത്രന്റെ വഴി. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഗർഭശ്രീമാൻ, ആദിശേഷൻ, തിക്തം, തിമിരം, ഒറ്റപ്പാലം, കഥകളതി സാദരം, പരദൈവങ്ങൾ, വീടിന്റെ നാനാർത്ഥം, വരുമ്പോൾ ഞാനെന്ത് പറയും, രേഖയില്ലാത്ത ഒരാൾ, ഭൂമിപുത്രന്റെ വഴി. ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് NN കക്കാട്. നാരായണൻ നമ്പൂതിരി കക്കാട് കോഴിക്കോട് ജില്ലയിലെ അവിടനല്ലൂരിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ശലഭഗീതം 1963, പാതാളത്തിന്റെ മുഴക്കം, കവിത, വജ്രകുണ്ടലം, ഇതാ ആശ്രമമൃഗം, കൊല്ല്, സഫലമീ യാത്ര. മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക, സഫലമീ യാത്ര ആരുടേതാണ്? NN കക്കാടിൻ്റെതാണ്. പകലറുതിക്കു മുൻപ്, നാടൻ ചിന്തുകൾ, കവിതയും പാരമ്പര്യവും, അവലോകനം. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, ആശാൻ പ്രൈസ് ഫോർ പോയട്രി, കുമാരനാശാൻ സ്മാരക അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും PSC ചോദിക്കുന്നത് സഫലമീ യാത്രയാണ്. സഫലമീ യാത്ര NN കക്കാട്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ബാച്ച് കോഴ്സുകളെ പറ്റി പറയാം. LDC മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു 70 ഡേയ്സ് ബാച്ച് കോഴ്സ് സെപ്റ്റംബർ 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും, അൺഅക്കാഡമിയിൽ ഓൾറെഡി ഉള്ള കോഴ്സുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഈ സമയത്ത് വാങ്ങുന്ന എല്ലാ കോഴ്സുകളും കൂടി ഒരുമിച്ച് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളെല്ലാം വാങ്ങാവുന്നതാണ്. കൂടാതെ 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 9 ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയ സിലബസിനെ പറ്റി വളരെ ധാരണയില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. കൂടാതെ ഹൈക്കോടതി അസിസ്റ്റന്റ് പേപ്പർ 1 വേണ്ടിയിട്ട് സെപ്റ്റംബർ 2 ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. LGS മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒരു 80 ഡേയ്സ് ബാച്ച് കോഴ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ അൺഅക്കാഡമിയിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. 26 സെപ്റ്റംബറിനും 19 സെപ്റ്റംബറിനും LDC മെയിൻസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ 12 ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട്, 2 മണിക്കാണ്. അടുത്തത് ജോസഫ് മുണ്ടശ്ശേരി. തൃശൂർ ജില്ലയിലെ കണ്ടശാങ്കടവിലാണ് ജനിച്ചത്. സാഹിത്യ വിമർശകനാണ്, അധ്യാപകനാണ്, വാഗ്മിയാണ്, വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്നീ നിലകളിൽ ബഹുമുഖനായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ജോസഫ് മുണ്ടശ്ശേരി. ഇദ്ദേഹത്തിന്റെ ആത്മകഥ സ്ഥിരം ചോദ്യമാണ്. കൊഴിഞ്ഞ ഇലകളാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയായ കൊഴിഞ്ഞ ഇലകളും കഴിഞ്ഞ കാലവുമായിട്ടാണ് നമുക്ക് കൺഫ്യൂഷൻ അടിക്കുന്നത്. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി, കഴിഞ്ഞ കാലം KP കേശവമേനോൻ. ഓക്കെ, അപ്പൊ കൊഴിഞ്ഞ ഇലകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കാവ്യപീഠിക, നാടകാന്തം, കവിത്വം, മാറ്റുലി, വായനാശാലയിൽ, മാനദണ്ഡം, പ്രൊഫസർ, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, പാറപ്പുറത്ത് വിതച്ച വിത്ത് തുടങ്ങിയവ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പൊ കൊഴിഞ്ഞ ഇലകൾ ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്നൊന്ന് നോക്കി വെക്കാം. ജവഹർലാൽ നെഹ്റു. അലഹാബാദിൽ 1889 നവംബർ മാസം 14 ജനനം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്.
15-ാം വയസ്സിൽ വിദ്യാഭ്യാസം നേടുന്നതിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. 1912 ഇന്ത്യയിൽ തിരിച്ചെത്തി. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. പല പ്രാവശ്യം ജയിലിൽ കഴിയേണ്ടി വന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആരുടേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. CH കുഞ്ഞപ്പ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ചന്ദ്രോത്താണ് ജനിച്ചത്. വിവർത്തകനാണ്, ഗദ്യകാരനാണ്. പത്രാധിപരായും അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ഇന്ത്യയെ കണ്ടെത്തൽ തുടങ്ങിയവ വിവർത്തനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ഇന്ത്യയെ കണ്ടെത്തൽ തുടങ്ങിയവ വിവർത്തനം ചെയ്തു. ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. കൂടാതെ സ്മരണകൾ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. സ്മരണകൾ മാത്രം, ആത്മകഥ. അടുത്തതായിട്ട് കുറച്ച് മീനിങ്സ് ആണ് നോക്കുന്നത്. കാലഗതി. കാലഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലത്തിന്റെ ഗതി, അതായത് സമയത്തിന്റെ പോക്ക്, മരണം എന്നൊക്കെ ഉള്ള മീനിങ് ഉണ്ട്. കാലഗതി എന്ന് പറയുമ്പോൾ സമയത്തിന്റെ പോക്ക്, മരണം എന്നൊക്കെയാണ് അർത്ഥം. കിടയറ്റ, എതിരില്ലാത്ത. കിടയറ്റ, എതിരില്ലാത്ത. കൃതജ്ഞത, നന്ദികേട്. കൃതജ്ഞതയല്ല, കൃതജ്ഞതയുടെ ഓപ്പോസിറ്റ് കൃതജ്ഞത. ഓക്കെ, ശ്രദ്ധിക്കണം. കൃതജ്ഞത അതിന്റെ ഓപ്പോസിറ്റ് ആണ് നന്ദികേട്. കൗന്ദേയൻ, കുന്തിയുടെ പുത്രൻ. കുന്തിയുടെ പുത്രൻ ഒറ്റപ്പദം ചോദിക്കും. കൗന്ദേയൻ. ക്രന്ദനം എന്താണ്? കരച്ചിൽ. ക്രന്ദനം കരച്ചിലാണ്. ചീലാന്തി, മോന്തായം. ചീലാന്തി, മോന്തായം. ജീവസറ്റ, ചൈതന്യം നഷ്ടപ്പെട്ട. ചൈതന്യം നഷ്ടപ്പെട്ട. ജ്ഞാപനം, അറിയിപ്പ്. ജ്ഞാപനം, അറിയിപ്പ്. തമ്പകം, ഒരു തരം വൃക്ഷമാണ്. എന്ത്? തമ്പകം. താനം എന്താണ്? സ്വരവിസ്താര മുറ. സ്വരവിസ്താര മുറയാണ് താനം. താലപത്രം, തെങ്ങോല, കരിമ്പനയോല. തെങ്ങോല, കരിമ്പനയോല. തുങ്കാഗ്രം. തുങ്കാഗ്രം എന്ന് വെച്ചാൽ ഉയർന്ന അഗ്രം അല്ലെങ്കിൽ കൊടുമുടി, അതാണ് തുങ്കാഗ്രം. തൊങ്കിത്തേങ്ങി. തൊങ്കിത്തേങ്ങി. ഏന്തി വലിഞ്ഞ് പരസഹായത്തോടെ. തൊങ്കി തേങ്ങി, ആ വാക്കിൽ തന്നെയുണ്ട്. ഏന്തി വലിഞ്ഞ് പരസഹായത്തോടെ. ത്വര. ത്വര എന്ന് വെച്ചാൽ വെമ്പൽ. ത്വൽ എന്ന് വെച്ചാൽ എന്താണ്? നിന്റെ. നിന്റെ എന്നുള്ളൊരു മീനിങ് ആണ്. ദേശികൻ, ആചാര്യൻ. ആചാര്യൻ. ദ്വിജൻ, ബ്രാഹ്മണൻ. ബ്രാഹ്മണനാണ് ദ്വിജൻ. ദ്വൈരഥം. ദ്വൈരഥം രഥത്തിൽ ഇരുന്നു കൊണ്ടുള്ള ദ്വന്ദ്വയുദ്ധമാണ് ദ്വൈരഥം. നാനി, പെരുന്തച്ഛന്റെ ഭാര്യ. പെരുന്തച്ഛന്റെ ഭാര്യ. പുകൾ, കീർത്തി, സ്തുതി എന്നൊക്കെയാണ് പുകൾ. പൂതലിക്കുക. പൂതലിക്കുക. ദ്രവിക്കുക. ദ്രവിക്കുക. പ്രാജ്ഞൻ, വിദ്വാൻ. പ്രാജ്ഞൻ, വിദ്വാൻ. ഭൃംഗം, വണ്ട്. വണ്ടാണ് ഭൃംഗം. ഭർസിക്കുക, നിന്ദിക്കുക. ഭർസിക്കുക, നിന്ദിക്കുക. ഭ്രാതാവ്, സഹോദരൻ, ഉറ്റ മിത്രം എന്നൊക്കെ മീനിങ് ഉണ്ട്. മട്ടോലും, തേൻ ഒലിക്കുന്ന. മട്ടോലും എന്ന് വെച്ചാൽ എന്താണ്? തേൻ ഒലിക്കുന്ന. മധുമാസം, വസന്തകാലം. മധുമാസം എന്താണ്? വസന്തകാലം. മന്ദീഭവിക്കുക, ക്ഷീണിക്കുക. ക്ഷീണിക്കുക. മരിക, മരം കൊണ്ടുള്ള ഒരു തരം പാത്രമാണ് മരിക. മർമരം, ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് എന്ത്? മർമരം എന്ന് പറയുന്നത്. മാസ്മരികം. മാസ്മരികം, മനഃശക്തി ഉപയോഗിച്ച് അന്യരെ നിയന്ത്രിക്കുക, അതാണ് മാസ്മരികം. മോന്തായം എന്താണ്? മോന്തായം. മോന്തായം ശീലാന്തി മോന്തായമാണ്, നേരത്തെ പറഞ്ഞു. മോന്തായം പുരയുടെ കഴുക്കോൽ പിടിപ്പിക്കുന്ന നീളമുള്ള തടി. പുരയുടെ കഴുക്കോൽ പിടിപ്പിക്കുന്ന നീളമുള്ള തടി. വനസ്ഥലി, കാട്ടുപ്രദേശം. വനസ്ഥലം എന്നൊക്കെ ഓർത്താൽ മതി. കാട്ടുപ്രദേശം. വനഹൃദന്തം, വനത്തിന്റെ ഉള്ളിൽ. വനത്തിന്റെ ഉള്ളിൽ. വാജി, എപ്പോഴും ചോദിക്കുന്നതാണ്. കുതിരയാണ് വാജി. വാർമെത്തും, ഭംഗി വർദ്ധിച്ച, അതാണ് വാർമെത്തും. വിക്രമി, ശക്തൻ, പരാക്രമി എന്നൊക്കെയുള്ള മീനിങ് ആണ്. വിജനത, ആളൊഴിഞ്ഞ അവസ്ഥ. ആളൊഴിഞ്ഞ അവസ്ഥ. വിപ്രൻ, ബ്രാഹ്മണൻ. ബ്രാഹ്മണനാണ് വിപ്രൻ. വിഭൂതി, ഐശ്വര്യം. വൃഷ്ണി, യാദവൻ. യാദവനാണ് വൃഷ്ണി. വെൺകൊറ്റക്കുട, രാജചിഹ്നമായി ഉപയോഗിക്കുന്ന വെള്ളക്കുടയാണ് വെൺകൊറ്റക്കുട. വെൺചാമരം,
ചമരി മൃഗത്തിന്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വസ്തുവാണ് വെൺചാമരം. ചമരി മൃഗത്തിന്റെ രോമം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വസ്തു. വേദപാരംഗതൻ, ഇത് ചോദിച്ചതാണ്. വേദപാരംഗതൻ, വേദത്തിൽ വൈദഗ്ധ്യം നേടിയവൻ. ശമം, മനസ്സിന്റെ അടക്കം അല്ലെങ്കിൽ സമാധാനം, അതാണ് ശമം. അടുത്തത് ശങ്കരദേശിക ദേശഭാഷ. ശങ്കരദേശിക ദേശഭാഷ ശങ്കരാചാര്യരുടെ ദേശത്തെ ഭാഷ, അതായത് മലയാളം. സമൂലം, വേരോടെ. സമൂലം, വേരോടെ. സഹോഢൻ, സഹോഢൻ വിവാഹകാലത്ത് തന്നെ സ്ത്രീയുടെ ഗർഭത്തിലുണ്ടായിരുന്ന പുത്രനാണ് സഹോഢൻ. സൗഭ്രാദ്രം, സൗഭ്രാദ്രം സഹോദര സ്നേഹം, സഹോദര സ്നേഹം. സംശ്രയം, ആശ്രയം, സംശ്രയം, ആശ്രയം. സ്തോഭം, ചൈതന്യരഹിതമായ. സ്തോഭം, ചൈതന്യരഹിതമായ. സ്തബ്ധൻ, സ്തംഭിച്ചു നിൽക്കുന്നവനാണ് സ്തബ്ധൻ, സ്തംഭിച്ചു നിൽക്കുന്നവൻ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പദകോശം, കുറച്ച് മീനിങ്സും അതുപോലെ എഴുത്തുകാരെ അറിയുക എന്നൊരു സെഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു.